ഈ കൊടിയങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. വേറൊരു കാര്യമില്ല, ഒരാളും അടുക്കില്ല. ഈ കൊടിയാണ് കരുത്ത്. നമസ്കാരം. ഞാൻ മുമ്പ് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ CPM നേതാക്കൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന് കാരണം അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഭീഷണിയും നിറഞ്ഞ പെരുമാറ്റം കൊണ്ടാണെന്ന്. അത്തരം പെരുമാറ്റത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. A.A. റഹീമും സ്വരാജും V. ശിവൻകുട്ടിയും ഒന്നും ഇക്കാര്യത്തിൽ മോശക്കാരല്ല. ശിവൻകുട്ടിയുടെ ആയ കാലത്ത് അദ്ദേഹം നയിച്ച സമരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയും സംസാര ശൈലിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഭീഷണിയുടെ ഭാഷ മാത്രമേ അദ്ദേഹത്തിന് വശമുള്ളൂ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സമരത്തിൽ നിയമസഭ തല്ലിത്തകർത്തതും മേശപ്പുറത്ത് കയറി നിന്ന് താണ്ഡവമാടിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് ശിവൻകുട്ടി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ടാണ് അല്പം ഒന്ന് മയപ്പെട്ടത്, ഒതുങ്ങിയത്. കഴിഞ്ഞ കുറച്ചു കാലമായി A.A. റഹീമിനെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെ ഇത്തരത്തിൽ അഹങ്കാരത്തിൻ്റെതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി റഹീം ശാന്തതയോടുകൂടി പെരുമാറാനായി ശീലിച്ചു വരികയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പൊട്ടിത്തെറിച്ച സന്ദർഭങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. വളരെ ശാന്തതയോടുകൂടി പാവത്താനെ പോലെയായിരുന്നു A.A. റഹീമിൻ്റെ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പുള്ള പെരുമാറ്റം. പക്ഷേ ഇന്ന് സ്ഥിതി മാറി. ഇനി തോറ്റത് കൊണ്ടാണോ എന്നറിയില്ല. ഇന്ന് A.A. റഹീമിൻ്റെ ഒരു വീഡിയോ ദൃശ്യം കാണാനിടയായി. ആ ദൃശ്യം നിങ്ങളൊന്ന് കാണുക. ഈ പാർട്ടി ഒന്ന് തല്ലി നോക്കൂ. ഈ പാർട്ടി അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ നോക്ക്. ഈ പാർട്ടി ഒരു തീയായി, അഗ്നിയായി അത് ആളിക്കത്തും. ഒരു സംശയം വേണ്ട. അതെല്ലാം നേതൃത്വം പുതുതായി ഉയർന്നു വരും. ഈ പുതിയ തലമുറയിൽപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, അത് ഓർഗാനിക്കായി ഉയർന്നോളൂ. നിങ്ങൾ തന്നെ പോരാളികളാകും. ഈ കൊടിയങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. വേറൊരു കാര്യമില്ല, ഒരാളും അടുക്കില്ല. ഈ കൊടിയാണ് കരുത്ത്, ഭരണമല്ല. ഈ ചെങ്കൊടിയാണ് ഇടതുപക്ഷത്തിന്റെ, ഈ നാടിന്റെ കാവലാൾ. അതാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞങ്ങളെ ഇങ്ങോട്ട് വില പറഞ്ഞ് മര്യാദയിരിക്കുന്ന ഞങ്ങളുടെ പേരെ വന്നിട്ട് തട്ടിക്കയറാനൊന്നും ഒരുത്തനും കൊണ്ട് വരണ്ട. ഒരു വാർഡ് മെമ്പർ വേണ്ട, ഒരു റേഷകരുടെ അടുത്തൊരു വാർഡ് മെമ്പർ പോകും. 4 അടിച്ചു തുടങ്ങണം. വാർഡ് മെമ്പറെ പണിയെടുത്താൽ മതി. റേഷൻ കടയുടെ വല്ല പണിയുണ്ടെങ്കിൽ ആ പണിയും ചെയ്തോളണം. കണ്ടില്ലേ, ഇതാണ് റഹീമിൻ്റെ പെരുമാറ്റ ശൈലി. ഈ ശൈലി ഇഷ്ടപ്പെടുന്ന അണികളുണ്ടാകാം, പക്ഷേ നാട്ടുകാർ ഇത് സഹിക്കണമെന്നില്ല. റഹീമിൻ്റെ ഈ എരികേറ്റൽ കൊണ്ട്, അതിൽ വികാരം കൊണ്ട് ഈ അണികൾ, അന്തം കമ്മികളൊക്കെ ഇത്തരത്തിൽ പോലീസിനെതിരെയും നാട്ടുകാർക്കെതിരെയും പ്രതിപക്ഷത്തുള്ളവർക്കെതിരെയും ഒക്കെ ഇറങ്ങി തിരിച്ചാൽ പഴയതുപോലെ കാര്യങ്ങൾ കയ്യിൽ നിൽക്കില്ല. കാരണം 100 സീറ്റ് ഉണ്ടായിരുന്ന LDF ആണ് ഇപ്പോൾ 33 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയത്. ബംഗാളിൻ്റെ അതേ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ഒരു പ്രവർത്തന ശൈലിയും പെരുമാറ്റ ശൈലിയും മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതൊരിക്കലും ചെയ്യാൻ അവർ തയ്യാറല്ല. റഹീമിൻ്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയായിരുന്ന പ്രൊഫസർ വിജയലക്ഷ്മിയെ തടഞ്ഞു വെച്ച ഒരു സംഭവം, അത് ഇന്നും വേദനയുണ്ടാക്കുന്നതാണ്. ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. SFI പ്രവർത്തകർ അവരെ തടഞ്ഞു വയ്ക്കുന്നതിൽ നേതൃത്വം കൊടുത്ത ആൾ ഈ റഹീമാണ്. മോശമായ പല പദപ്രയോഗങ്ങളും അവർക്കെതിരെ നടത്തി. ഇതൊക്കെ വിജയലക്ഷ്മി ടീച്ചർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പെരുമാറ്റമാണ് റഹീമിന്. അതൊക്കെ പ്രായത്തിൻ്റെ ഒരു പക്വതക്കുറവോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കരുതാം. പക്ഷേ റഹീമൊക്കെ ഇപ്പോൾ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു, കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്നിട്ട് പോലും ആ ശൈലി മാറ്റാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. ബംഗാളിലെ പോലെ ഈ പാർട്ടി തകർന്നടിഞ്ഞു കഴിഞ്ഞു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇപ്പോഴും റഹീമിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവരൊക്കെ ഇനി എന്നാണ് തിരുത്തുക എന്നറിയില്ല. എന്തായാലും ഈ ഒരു ശൈലി വെച്ചുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ബംഗാളിൽ ഭരണം പോയതിനു ശേഷം പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം റഹീം ഉൾപ്പെടെയുള്ളവർക്കറിയാം. ആ അവസ്ഥയാണ് കേരളത്തിലും ഇവരെ കാത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നല്ലത്.